എല്ലാവർക്കും കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വെള്ള കടലക്കറിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് വെള്ളക്കടല നന്നായി കഴുകിയതിന് ശേഷം തലേ രാത്രി ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു വലിപ്പമാവും കുതിർത്ത് കഴിയുമ്പോഴത്തേയുള്ള വെള്ളക്കടല. 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് വേണ്ടി കറിവേപ്പില, 2 സവോള വേണം, പിന്നെ ഒരു വലിയ തക്കാളിക്ക, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഇത് നീ എങ്ങനെ തയ്യാറാക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം. കുക്കറിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കടല ആദ്യം വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം മാറ്റി വെക്കുക. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. 1 ടീസ്പൂണോളം കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർക്കുക. നല്ല ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില കൂടി ചേർത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. സവോള പെട്ടെന്ന് വഴണ്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മസാലയാണ്. തീ വളരെ ലോ ഫ്ലെയിമിലാക്കുക. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളകും ചേർക്കുക. അപ്പം മസാലയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി മസാലയൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് കടല വെന്തോ നോക്കാം. അപ്പോൾ ഇതേ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് 3 തവി കടല ചേർക്കുവാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ നല്ലൊരു പേസ്റ്റ് പോലെ അടിച്ചെടുക്കും. നമ്മുടെ കറി ഒന്ന് കുറുകാനും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയ്ക്ക് ഞാൻ ആദ്യം കടലയിലെ വെള്ളം ചേർക്കുവാണ്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിനകത്തുള്ള കടല ചേർക്കുക. അതിന് ശേഷം മിക്സിക്കകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന കടലയിലെ പേസ്റ്റ് കൂടി ചേർക്കുക. അത് 2-3 മിനിറ്റ് ഒന്ന് തിളച്ച ശേഷം കസ്തൂരി മേത്തി ചേർക്കുക. പിന്നെ ഒരു 4 തണ്ട് മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ തീ ഓഫ് ചെയ്താൽ മതി. ഇത് ചോറിനും ചപ്പാത്തിക്കും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഡോണ കിച്ചണിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം. Thank you.